ഗുഡ് മോർണിംഗ്. എന്താ വേണ്ടേ? ഒരു ചെയിൻ വേണം. അതെ വരൂ. എടാ ഇതാ ശ്വേതയുടെ ഫ്രണ്ട് അല്ലേ? മനസ്സിലായോ? നോക്കിയാലോ? നമുക്കൊന്ന് ഊറ്റി നോക്കിയാലോ? ചെയിൻ അവിടെയാ. ഓ അപ്പൊ അതോ? ഓ അത് നെക്ലേസ് അല്ലേ? ഓ നെക്ലസ് ആണോ? എന്നാ പിന്നെ അത് തന്നെ മതി. വാ. ഓ വരൂ സർ. പ്രിയ നല്ല സെലക്ഷൻ എടുത്തു കൊടുക്കട്ടോ. സാബു നീ ഇരിക്കൂ. എത്ര വരെയാവും സർ? എത്രക്കുണ്ടാവും? ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? സോറി, അങ്ങനെ ഓർക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇത് നോക്കൂ സർ. മിസ്റ്റർ, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? നീ ഒന്ന് പോളേക്ക. എന്താ മോളെ, നീ അവളുടെ ഫ്രണ്ട് അല്ലേ? വാടാ പോ. എന്താ 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 പ്രശ്നം? സെലക്ട് ചെയ്തില്ലേ? സെലക്ട് ചെയ്തു, പക്ഷെ വില പറയുന്നില്ല. എന്താ പ്രശ്നം? കിളവന്റെ ഒക്കെ ഒരു ഭാഗ്യം. വാടാ. കിളവനോ? ഞാനോ? അതെ സാരമില്ല, ഇതൊക്കെ സെയിൽസ് ഗേൾസിന് പറഞ്ഞിട്ടുള്ളതാ. ഓ ഞാനൊക്കെ എന്തൊക്കെ അനുഭവിച്ചിട്ടുള്ളതാ. നമുക്കൊക്കെ സൗന്ദര്യം ഒരു ശാപ മോളെ. ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്ന അറിയോ? ഇതെന്ത് പറ്റി ഇരട്ടത്ത്? എന്ത് പറ്റി മോളെ? പനിയുണ്ടോ? നോക്കട്ടെ. ശ്വേത, നീ എന്താ വിളിച്ചേ? ശ്വേതാന്നോ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എന്ത് പറ്റി നിനക്ക്? ആരാ നീ? ശരിക്കും എന്താ നിന്റെ തൊഴിൽ? എവിടുന്നാ നിനക്ക് ഇത്രയും പണം? ഓ അങ്ങനെ. അറിയേണ്ടത് നിനക്ക് മാത്രോ അതോ മറ്റാരെങ്കിലും ബോധ്യപ്പെടുത്തണോ? ഇന്ന് ജുവലറിയിൽ വന്ന രണ്ടുപേർ എന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ടൊരു ചോദ്യം. അതിന്റെ അർത്ഥം അറിയാനുള്ള പ്രായമൊക്കെ എനിക്കുണ്ട്. പറ, നീ ആരാ? എന്താ നിന്റെ ശരിക്കുള്ള തൊഴിൽ? രാത്രിയിലെ നിന്റെ യാത്ര എങ്ങോട്ടാ? എവിടുന്നാ നിനക്ക് ഇത്രയും പണം? സ്വന്തം സൗന്ദര്യത്തെക്കാൾ ഉറ്റവരുടെ കണ്ണീരിന് വിലയുണ്ടെന്ന് തിരിച്ചറിയുന്ന കാലത്തെ നിനക്ക് എന്നെ മനസ്സിലാവും മോളെ. ഈ ശരീരം കൊണ്ട് നേടിയതാ ഇതെല്ലാം. എന്നെ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കാൻ എനിക്കിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരെല്ലാം ഇന്ന് സുഖമായി ജീവിക്കുന്നു. അതിന് നിന്റെ ഭാഷയിൽ തേടിച്ചെന്ന് വിളിച്ചാലും തെറ്റില്ല. ചിലപ്പോ നിനക്ക് തോന്നാം ഇതൊരു നക്ഷത്ര അഭിസാരികയുടെ ചാരിത്ര പ്രസംഗമാണെന്ന്. നിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം. താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു ഓഫറുണ്ട്. ആ ഡോക്ടർ ഒരു തൊട്ടു തലോടൽ മാത്രമേ ഉണ്ടാവൂ. ഏറിയ 1 വർഷം അത്രേ വേണ്ടി വരൂ.
ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം നിനക്ക് മനസ്സിലാവും. ഞാൻ അത്തരക്കാരിയാണെന്ന് കരുതിയോ നീ? ഒരു പെണ്ണിന് സ്വന്തം ജീവനേക്കാൾ വലുതാണ് അവളുടെ ചാരിത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ സംസ്കാരമുള്ള കുടുംബത്തിൽ ജനിക്കണം. സംസ്കാരം? അതെ, എന്റെ സംസ്കാരം കൊണ്ടാ ഈ നഗരത്തിൽ നിന്റെ മേൽ ഇതുവരെ ഒരു കാമക്കണ്ണു എത്താതിരുന്നത്. സംസ്കാരം. ഇനി ഞാനിവിടെ നിൽക്കില്ല. ഇത്തിരി കടമുണ്ട്, അത് ഞാൻ വീട്ടും. ജീവനുണ്ടെങ്കിൽ. ആ ഷെൽഫിൽ കുറച്ച് പണം ഇരിപ്പുണ്ട്, അമ്മയുടെ ബൈപ്പാസിന്. നീ മറന്നെങ്കിൽ അതോടെ എടുത്തോ. ഇനി അതിനു വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ തെണ്ടണ്ട. നിന്റെ ശരീരം വിറ്റ കാശുകൊണ്ട് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണ്ട. അതിലും ഭേദം അവരുടെ മരണമാ. നിന്നെ ഞാൻ എന്റെ സ്വന്തം ചേച്ചിയായി കണ്ടല്ലോടി. ഈ രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങണ്ട. നീ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചാരിത്രം മാത്രമല്ല, ഒരു നഖം പോലും ബാക്കിയുണ്ടാവില്ല. പുറത്ത് സദാചാര പോലീസ് കാത്തു കിടപ്പുണ്ടാവും. നീ എന്താ മോളെ ഉറങ്ങായിരുന്നു? വീട്ടിലുള്ളപ്പോൾ വെളുപ്പാങ്കാലത്ത് എണീക്കുന്ന കുട്ടിയായിരുന്നു. പട്ടണത്തിൽ വന്നപ്പോൾ ശീലങ്ങളൊക്കെ മാറി. എന്താ നിനക്ക് നല്ല സുഖമല്ലേ? അച്ഛാ സുഖമല്ലേ മോളെ? പ്രിയ, ഇതാ. വാങ്ങാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും, അങ്ങനെ വളർന്ന കുട്ടിയല്ലേ. നിങ്ങൾ സംസാരിക്കേ. ഇതുപോലൊരു കൂട്ടുകാരിയെ കിട്ടാൻ പുണ്യം ചെയ്യണം. ഇത് നിന്റെ അമ്മയുടെ ജീവനാ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിച്ചു കൊടുക്കണം. എന്നാലും തരാനുള്ളൊരു മനസ്സുണ്ടായില്ല ആ കുട്ടിക്ക്. ജോൺസൺ പറയുന്നു നന്നായി ജോലി ചെയ്താൽ ഇവിടെ പെട്ടെന്ന് പ്രമോഷനും ശമ്പള കയറ്റത്തിനും സാധ്യതയുണ്ടെന്ന്. ശ്വേതയെ അങ്ങനെ ആയിരിക്കല്ലേ? ഒരുപാട് പണത്തിന് മോഹിച്ചല്ല, പക്ഷെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല സ്വപ്നങ്ങളും അച്ഛൻ വീണ്ടും കണ്ടു തുടങ്ങുന്നു മോളെ. വീട് തിരിച്ചെടുക്കണം, മായയെ പഠിപ്പിച്ച ഒരു നിലയിലെത്തിക്കണം. മോളും ശ്വേതയെ പോലെ ഉത്സാഹിച്ചാൽ ഒരുപക്ഷെ ഇതുപോലെ പെട്ടെന്നാവുമല്ലേ? ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ലെന്ന് കരുതിയത് മുഴുവൻ കുറേശ്ശെ നേടിത്തുടങ്ങുമ്പോൾ അച്ഛനൊരു പൂതി. എന്നാ അച്ഛൻ ഇറങ്ങട്ടെ മോളെ. അച്ഛൻ ഇറങ്ങാന്നേ. ലഞ്ച് കഴിഞ്ഞ് പോയ പോരെ? അയ്യോ, പോയിട്ട് തിടുക്കമുണ്ട്. എന്നാ വരട്ടെ മോളെ.
പ്രിയ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? പണം എത്രയുണ്ടെന്നേ ആരും അന്വേഷിക്കൂ. എവിടെ നിന്നാണെന്ന് ആരും ചോദിക്കാറില്ല. പ്രിയ, സ്ത്രീയുടെ കയ്യിലെ പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കുന്നത് ഭർത്താക്കന്മാർ മാത്രമാണ്. അതും സദാചാരവാദികളായ ചില ഭർത്താക്കന്മാർ. ഡോക്ടറെ വിളിച്ചോളൂ. സമ്മതം.